പുതിയറ. ആ, ഇവിടെ തന്നെയല്ലേ മറ്റേ ഹോട്ടലും പറഞ്ഞത്. വിവേക്. ഞാൻ പറയണ്ടല്ലോ, ഇജ്ജ് പറഞ്ഞിട്ട് പ്രസന്റ് ചെയ്യണേ. ഇതാണ് കേട്ടോ നമ്മളെ റൂം. നോക്കിയേ. പേര് പറഞ്ഞു നോക്കി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോടാണ് കേട്ടോ. ഇതേ ഇപ്പോൾ ഞാൻ ഈ ട്രെയിനിലാണ് വന്നിറങ്ങിയത്. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് ഇപ്പോൾ വന്നിറങ്ങിയിട്ടേ ഉള്ളൂ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് നമുക്ക് ചുമ്മാ ഒരു ഡേ ഇൻ ലൈഫ് പോലെ ചെയ്യാൻ കരുതി ഇപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ചായ അടിക്കണം പോയിട്ട്. ഇന്നെന്താ പരിപാടി എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടുണ്ടാകുന്നതുകൊണ്ട് ഞാൻ മൈജിയിൽ കയറിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ പട്ടാമ്പി മൈജിയിൽ. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ട്രെയിനിങ് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. സോ നമുക്ക് ആദ്യം അതാണ് ഞാൻ വന്നത്. ഇവിടെ ഒരു 3 ദിവസം സ്റ്റേ ചെയ്തിട്ട് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് വ്ളോഗ് ചെയ്യാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് ഇവിടെ എന്താ സ്ഥലത്തിൻ്റെ പുതിയറേക്കാണ് പോകേണ്ടത്, മൈജി പുതിയറേക്ക്. സോ ഞാൻ റാപ്പിഡോ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കമ്പയർ ടു അതർ സോഴ്സ് നമുക്ക് ഞാൻ ട്രാവൽ ചെയ്യാനുള്ളത് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചാർജ് കുറവാണ്. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഏതാണ്ട് 2.2 കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ചാർജ് ഏതാണ്ട് വന്നിട്ട് 20 രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അങ്ങനെ കാണിച്ചത്. പക്ഷേ ഞാനിപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിപ്പോഴും ലൈക്ക് അക്സെപ്റ്റ് ആയിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. സോ എന്തായാലും നോക്കിയിട്ട് അപ്പോൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ വരുന്നുണ്ടാവും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഇത് പാർക്കിംഗ് ഏരിയയാണ്. പിന്നെ ഇതാ റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ. പക്ഷേ ചില ഭാഗമുള്ളൂ, ബാക്കിയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഗൈസ്, നമ്മളിത് ഇപ്പോൾ കഴിഞ്ഞിറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സമയം 6 മണിയാണ്. ഞാൻ ഇതുവരെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ ഇവിടെ ട്രെയിനിങ്, ഇവിടെ 6 മണി വരെ ട്രെയിനിങ് ആയിരുന്നു. ഇപ്പോൾ എന്തായാലും ഇനി ഹോട്ടലിലേക്ക് പോകാം കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ. ഇപ്പോൾ ഇതേത് സ്ഥലം? അതല്ല, എക്സാക്ട് ലൊക്കേഷൻ്റെ പുതിയറ. ആ, ഇവിടെ തന്നെയല്ലേ മറ്റേ ഹോട്ടലും പറഞ്ഞത്, പുതിയറ. അപ്പോൾ ഇവിടെ തന്നെ എന്താ പ്ലാസ എങ്ങനെ എന്തൊരു പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടാണ് നമുക്ക് പോകുന്നത്. പേര് പറയും. വിവേക്. ഞാൻ പറയണ്ടല്ലോ, ഇജ്ജ് പറഞ്ഞിട്ട് പ്രസന്റ് ചെയ്യണല്ലേ. എന്തായാലും പോവാട്ടോ, ഇവിടുന്ന് പോവാം. നമ്മൾ നേരെ പറഞ്ഞാൽ മതി. ഞാൻ ഇതിവിടെ ചുമ്മാ ഇറങ്ങിയാട്ടോ. നമ്മുടെ കോഴിക്കോടിലെ നൈറ്റ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇറങ്ങിയാണ്. നമ്മളിതിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റിലാണ് കേട്ടോ. ഇവിടെ അടിപൊളിയുണ്ടോ. നമ്മൾ ചുമ്മാ ഇറങ്ങിയതാണ്. നമ്മൾ കോഴിക്കോട് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ചുമ്മാ അങ്ങനെ ഇവിടെ ഉണ്ടാവാറില്ല. ഞാനങ്ങനെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ചുമ്മാ ഞാനിവിടെ റൂമിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇറങ്ങിയതാണ്. നൈസല്ലേ, കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ. ഓക്കെ ഗൈസ്, എന്തായാലും ഇതിപ്പോൾ നമ്മൾ ഇവിടെയാണ് റൂം എടുത്തിട്ടുള്ളത്. ഞാൻ പേര് കാണിച്ചിട്ടില്ലല്ലോ. ഇവിടെ നല്ല വ്യൂ ഒക്കെ കേട്ടോ ഇവിടെ നോക്കുന്ന ടൈമിൽ. നോക്കി ഇരട്ടായ കാരണമാണ്. ഇപ്പോൾ വൈകുന്നേരം ടൈമിൽ നോക്കുമ്പോൾ അടിപൊളിയാണ്. സോ എന്തായാലും ഞാൻ റൂമൊന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മളെ റൂം. നോക്കിയേ. നമ്മുടെ കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ. ഇവിടെ ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും നൈറ്റിൽ അങ്ങനെ വരാറില്ല. പക്ഷേ ഇവിടെ നൈറ്റിൽ അടിപൊളിയാണ്. നമ്മളിത് അവിടെ എക്സ്പോ ഉണ്ട്, ഇതേമാതിരി തന്നെ അവിടെ ആ ഒരു ഭാഗത്തുണ്ട്. നമുക്ക് അവിടെ പോയോക്കട്ടെ, നേരെ എക്സ്പോക്ക് പോയേക്കാം. നമ്മളിത് ഇവിടെ ബീച്ച് ഫെസ്റ്റിലേക്ക് വന്നാൽ കേട്ടോ. ഓക്കെ, 3D പരിപാടി ഇതാ. പിന്നെ ആ കറങ്ങണത് നമ്മളവിടെ മറ്റേ അതിൽ കയറി വന്നു കേട്ടോ. അവിടെ എല്ലാ സാധനത്തിൽ ഇതിവിടെ മറ്റേ ഗോസ്റ്റിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. ഗൈസ്, അങ്ങനെ കുറേ നടന്ന് ടയർഡായിട്ട് നമ്മളിവിടെ ഈ ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നത്. ഹോട്ടൽ റഹ്മത്ത് ഇവിടേക്ക് ഫുഡ് കഴിക്കാൻ വന്നാൽ കേട്ടോ. ലൈക്ക് ഞാൻ കുറേ വീഡിയോസ് എടുക്കാൻ, ഞാൻ പ്രത്യേകിച്ച് എടുക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫണ്ണായിട്ട് നടന്നു വന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഒരുപാടെണ്ണം വീഡിയോ എടുക്കാമായിരുന്നു.
ഹലോ ഹായ് ഹലോ ഹായ് 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 ഹലോ ഹലോ പേര് പറഞ്ഞു നോക്കി. പേര് യാക്കൂബ് നമ്പൻ. അതിൽ ഞങ്ങൾ റത്നത്തോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാ അല്ലേ? ഇപ്പം നിൽക്കുന്നത് കോഴിക്കോടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു വ്ളോഗ് ചെയ്തിട്ട് ഇത്ര ഒരു ലൈക്ക് ഡിസിപ്ലിൻഡ് അല്ലാതെ കറക്റ്റ് എല്ലാ കാര്യങ്ങളും കാണിച്ച് പറയാതെ വീഡിയോ എടുക്കുന്നത്. സോറി ഫോർ ദാറ്റ്. സോ ഞാൻ ചുമ്മാ ഒരു ഡെയിലി വ്ളോഗ് ചെയ്യാമെന്ന് കരുതിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ അടിപൊളിയാക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പല കാരണത്താൽ സമയം കിട്ടിയില്ല. ഞാൻ അറിയാമല്ലോ, ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടി പോയത്, അതുകൊണ്ടായിരുന്നു. സോ ഞാനത് ചുമ്മാ എടുത്തതാണ്. എന്തായാലും എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് പൂരം, നേർച്ച, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളായിട്ട് നമ്മൾ വരാം. ഓക്കെ, വരും. ഓക്കെ, അപ്പോൾ ബൈ, ടാറ്റാ.